ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് മുകളിലത്തെ നിലയിൽ നിന്ന് ഷീറ്റിലേക്ക് വീണ് ആ കുഞ്ഞിനെ വളരെയധികം സാഹസികമായി എല്ലാവരും രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ച. സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരുടെയും നെഞ്ചു നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് കുട്ടിയുടെ അമ്മയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ 33-കാരി ജീവനൊടുക്കിയിരിക്കുകയാണ്. ചെന്നൈയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അമ്മയുടെ കൈവിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ 4-ാം നിലയിൽ നിന്ന് വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ട 7 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാവിന് രൂക്ഷമായുള്ള സൈബർ ആക്രമണം താങ്ങാനാകാതെ ജീവനൊടുക്കിയിരിക്കുകയാണ്. IT കമ്പനി ജീവനക്കാരിയും തിരുവാരൂർ സ്വദേശി വെങ്കടേഷിൻ്റെ ഭാര്യയുമായ രമ്യയാണ് ജീവനൊടുക്കിയിരിക്കുന്നത്. വിഷാദ രോഗത്തിന് ചികിത്സയിലിരിക്കവേ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ 33-കാരി. കഴിഞ്ഞ മാസമാണ് ഈ സംഭവം അരങ്ങേറിയത്. സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം. 28-നായിരുന്നു കുഞ്ഞ് രമ്യയുടെ പിടിവിട്ട് 4-ാം നിലയിൽ നിന്നും താഴേക്ക് വീഴുന്നത്. തിരുമുല്ലവയലുള്ള VGN സ്റ്റാഫോർഡ് അപ്പാർട്ട്മെൻറ്റിൽ ബാൽക്കണിയിലാണ് ഈ സംഭവം. ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് രമ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് താഴേക്ക് വീണത്. 1-ാം നിലയുടെ പാരപ്പറ്റിലെ തകിട് ഷീറ്റിൽ 15 മിനിറ്റിലേറെ തങ്ങി നിന്ന കുഞ്ഞിനെ അയൽക്കാർ ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയ ഒരു വീഡിയോ വളരെയധികം എല്ലാവരും വൈറലാക്കിയിരുന്നു. ആദ്യം ഇത് ഫേക്ക് വീഡിയോ ആണെന്നാണ് പ്രചരിച്ചത്. പിന്നാലെയാണ് ഇതിൻ്റെ സത്യാവസ്ഥയും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെന്നും ഇത്തരത്തിൽ ആളുകൾ എല്ലാവരും ചേർന്നാണ് ആ കുഞ്ഞിനെ പെട്ടെന്ന് രക്ഷപ്പെടുത്തിയതെന്നും പറഞ്ഞ് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ കുഞ്ഞിൻ്റെ അമ്മയുടെ വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കടുത്ത രൂക്ഷ വിമർശനം തന്നെയാണ് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് മനസ്സ് താങ്ങാനാകാതെ ഡിപ്രഷനിലേക്ക് പോയി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ യുവതിക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ബന്ധുക്കളും കുറ്റപ്പെടുത്തിയതോടെ രമ്യ മാനസികമായി തന്നെ തളരുകയായിരുന്നു. തുടർന്ന് കടുത്ത വിഷാദം നേരിട്ട രമ്യ ചികിത്സയിലായിരുന്നു. രമ്യയും 2 മക്കളും 2 ആഴ്ച മുൻപാണ് മേട്ടുപ്പാളയം കാരമടയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് രമ്യയുടെ മാതാപിതാക്കളും ഭർത്താവ് വെങ്കിടേഷും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴായിരുന്നു മരിച്ച നിലയിൽ കണ്ടത്. ദമ്പതികൾക്ക് പെൺകുഞ്ഞിനെ കൂടാതെ 5 വയസ്സുള്ളൊരു മകൻ കൂടിയുണ്ട്. ആ മകന് കൂടി ഒട്ടും താങ്ങാൻ പറ്റാനാവാത്ത ഒരു വേദനയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷന് ഇടയിൽ തന്നെ പെട്ടുപോയ ആ പെൺകുട്ടി, അതിനിടയിൽ കൂടുതലായിട്ടുള്ള മാനസിക സംഘർഷം, അത് തന്നെയാണ് ആ പെൺകുട്ടിയെ ഇപ്പോൾ ഈ കഠിന പ്രയത്നത്തിലേക്ക് എത്തിച്ചത്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് ഭർത്താവും വീട്ടുകാരും പറയുന്നു. ഭർത്താവും കുടുംബക്കാരും ഒന്നും തന്നെ ആദ്യത്തെ ദേഷ്യത്തിൽ പറഞ്ഞുവെങ്കിലും പിന്നാലെ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇതെല്ലാം ഭാര്യയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഒന്നും സഹിക്കാനാകുന്നില്ലായിരുന്നില്ല. അതാണ് ഇതിലൂടെ മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിലടക്കമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. നിരവധി പേർക്കാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അവസ്ഥ മനസ്സിലാകുന്നത്. ആ കുഞ്ഞിനെ മനഃപൂർവ്വം അവരെടുത്തിടുമോ? അശ്രദ്ധയായിരുന്നു, സമ്മതിച്ചു. അതിന് എന്തിനാണ് ഇത്രയും ക്രൂശിക്കുന്നത്? ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാൽ ശ്രദ്ധിച്ചാൽ പോരെ, അതിന് പകരം ക്രൂശിക്കണമായിരുന്നു. അതുകൊണ്ടല്ലേ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് നിരവധി പേർ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് പിന്തുണയുമായി എത്തുന്നു. മരിക്കുന്നത് വരെ ആ പെൺകുട്ടി ആരും പിന്തുണച്ചില്ല. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ് പിന്തുണയ്ക്കേണ്ട എന്നും പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.